ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ ഈ ഗ്ലാസ് ബ്രിഡ്ജാണ്, ഈ ചില്ലുപാലമാണ് പൊട്ടിയതായി പരാതി ഉയരുന്നത്. ഇതിൽ അട്ടിമറി ഉണ്ടെന്ന സംശയമാണ് ഇതിന്റെ നടത്തിപ്പുകാരും ടൂറിസം വകുപ്പും ഇപ്പോൾ ഉന്നയിക്കുന്നത്. ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ ആക്കുളത്തേത്. ഇത് നേരത്തെ ഉദ്ഘാടനം നടത്താൻ തീയതി തീരുമാനിച്ചാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിനാൽ അത് നീട്ടിവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ മുൻവശത്ത് ഗ്ലാസ് പൊട്ടിയതായുള്ള സംശയം ഉയർന്നത്. പിന്നീട് പരിശോധിക്കുമ്പോൾ ഗ്ലാസിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഇതെങ്ങനെ 1.20 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലമാണ്. അത് ഇങ്ങനെ പൊട്ടിയതിൽ വലിയ അഴിമതി ഉണ്ടെന്ന ആരോപണം ഉയർന്നു വരുന്നു. അട്ടിമറി ഉണ്ടെന്ന ആരോപണം ഇതിന്റെ നടത്തിപ്പുകാർ ഉന്നയിക്കുന്നു. കോഴിക്കോട് NIT ഉൾപ്പെടെയുള്ള സുരക്ഷാ പരിശോധന നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പാലമാണ് ഇത്തരത്തിൽ പൊട്ടിയതായി ഇപ്പോൾ ആക്ഷേപം ഉയരുന്നത്. നേരത്തെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത് ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റം നിലവിലുള്ളതിനാലും അതിനും തൊട്ടുമുമ്പ് ആക്കുളത്തെ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതിനാലും ഇതിന്റെ ഉദ്ഘാടനം മാറ്റിവെക്കുകയായിരുന്നു. ഇത് വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് സൊസൈറ്റിയാണ് ഇതിന്റെ നടത്തിപ്പുള്ളത്. പാലത്തിലെ കയറുന്ന ഭാഗത്തെ ചില്ലുപാളിയാണ്, അതായത് ഏതാണ്ട് ഈ ഭാഗത്തെ ചില്ലുപാളിയാണ് പൊട്ടിയതായി. ഇവിടെയാണ് ഇതിന്റെ തുടക്കം. അവിടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പരിശോധനയുടെ മറ്റു ഭാഗമായി ഫോറൻസിക് പരിശോധന അല്പസമയം മുമ്പ് ഇവിടെ നടന്നു. പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്കായി ഇവിടെ കേസന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ഇതിന്റെ കയറുന്ന ഭാഗത്തെ ചില്ലുപാളിയാണ് പൊട്ടിയതായി ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. എങ്ങനെ ഇത് പൊട്ടിയെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കനത്ത ചൂടാണ് തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ. അതിന്റെ ഭാഗമായി പൊട്ടിയതാണെന്ന് പറയുമ്പോഴും അതിന് ശാസ്ത്രീയമായ സ്ഥിരീകരണമില്ല. കാരണം ഈ വലിയ ചൂടിലുമൊക്കെ പൊട്ടാതെ നിൽക്കേണ്ട പാലമാണിത്. അങ്ങനെയുള്ള ഗ്ലാസ്സാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയാണ് പൊട്ടലുണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംശയം ഉയരുന്നത്. ഇത് പലതരത്തിലുള്ള ആശങ്കകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. മനഃപൂർവ്വം ആരോ പൊട്ടിച്ചതാണ് എന്ന സംശയമാണ് ഇതിന്റെ നടത്തിപ്പുകാർക്ക് ഈ ഘട്ടത്തിലുള്ളത്. അങ്ങനെയല്ല, സ്വാഭാവികമായി ഇതിന് പൊട്ടലുണ്ടായതാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി അടക്കമുള്ള, ഗുണനിലവാരം അടക്കമുള്ള കാര്യങ്ങളിൽ സംശയം ഉയർന്നു വരും. ഇവിടെ പാലത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് CCTV ക്യാമറ സ്ഥാപിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് അത് കൂടുതൽ പരിശോധന നടക്കും. ഈ പൊട്ടിയ ഭാഗം മാറ്റാനായുള്ള നടപടികൾ ഇതിനിടയിൽ ആരംഭിച്ചിട്ടുണ്ട്. സാഹസിക ടൂറിസത്തിന്റെ ഭാഗമായാണ് വിനോദസഞ്ചാര വകുപ്പ് ഇത്തരമൊരു ചില്ലുപാലം ആക്കുളത്ത് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ പ്രത്യേകതകളുള്ള, സംസ്ഥാനത്ത് നേരത്തെ ഒന്നും ഉണ്ടാകാത്ത തരത്തിലുള്ളൊരു നിർമ്മിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു ചില്ലുപാലമാണിത്. കൃത്രിമ മഞ്ഞും ചാറ്റൽ മഴയും പുറമെ ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ, ചില്ലുപാലം നടക്കുമ്പോൾ ഇത് പൊട്ടുന്ന ഒരു പ്രതീതി ആളുകൾക്ക് ഉണ്ടാകും. അത്തരത്തിൽ വളരെ ആധുനികമായ തരത്തിലുള്ള, വളരെ സാഹസികമായ തരത്തിലുള്ള ചില്ലുപാലമാണ്. 75 അടി ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. 52 മീറ്റർ നീളമുണ്ട്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് നോക്കിയാൽ ഈ ആക്കുളം കായലും ഈ പ്രദേശത്ത്, തലസ്ഥാനത്തിന് ഏതാണ്ട് എല്ലാ പ്രദേശവും കാണാവുന്ന തരത്തിലുള്ള ഒരു പാലമാണ്. കഴിഞ്ഞ ഈ മാസം ഒരു വർഷം മുമ്പാണ് ഈ ടൂറിസം വകുപ്പ് ഈ പാലം നിർമ്മിക്കുന്ന പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം ഒരു വർഷം പിന്നിടുന്നു. ഇപ്പോഴും ഈ പാലം നിർമ്മിച്ച് പണി ഏകദേശം പൂർത്തിയായി പറയുമ്പോഴും ആളുകൾക്കായി തുറന്നു കൊടുത്തില്ല. ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു അട്ടിമറി സംശയം ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഈ ഗ്ലാസ് പൊട്ടിയതോടുകൂടി അട്ടിമറി എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇതിന്റെ നടത്തിപ്പുകാരും ടൂറിസം വകുപ്പുമൊക്കെ ഉള്ളത്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ ഇതിന്റെ യഥാർത്ഥ അവസ്ഥ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.